ബോധ്യായല്ലോ ചേച്ചിക്കെല്ലാം. ഇപ്പൊ ഇവൾക്ക് എത്ര അഹങ്കാരം ഉണ്ടായിട്ടാ. ഒന്ന് ആലോചിച്ച് നോക്ക് ചേച്ചി, നമ്മളെയൊക്കെ ഇവള് വെറും ബഫൂണുകളാക്കുകയല്ലായിരുന്നോ ഇപ്പൊ? ചേച്ചി ചേച്ചി ഇപ്പൊ എന്തിനാ എന്നെ അടിച്ചേ? തെറ്റ് ചെയ്തത് ഈ അടുക്കളക്കാരി ഇവനും അല്ലേ? മിണ്ടരുത്. ഇനി മിണ്ടിയ ഹോസ്പിറ്റലാണെന്ന് നോക്കില്ല, നാവാരിഞ്ഞെടുക്കും ഞാൻ. കൊള്ളരുതായ്മകളെല്ലാം ചെയ്തു വെച്ചിട്ട് എന്നോടിപ്പോ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നു. നീ ചെയ്തു കൂട്ടിയ തെറ്റെന്താണെന്ന് ഞാൻ പറയാം. ദാ ഇവളാ അതിന്റെ സാക്ഷി. മാഡം, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ആരാ നിങ്ങള്? പറയുന്നതിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ കാശ് വാങ്ങി ആൾക്കാരെ തല്ലുന്ന കൊട്ടേഷൻ സംഘത്തിലുള്ളതാണ്. ചെയ്യിക്കുന്ന ജോലി നേരുള്ളതല്ലാത്തതുകൊണ്ട് പറഞ്ഞ തുക തരാതെ ആരും ഞങ്ങളെ കബളിപ്പിക്കാറില്ല. അഥവാ അങ്ങനെ ചെയ്താൽ അതിനുള്ള പണിയും ഞങ്ങൾ കൊടുത്തിരിക്കും. ഇപ്പോ ഞങ്ങളെ പറ്റിച്ചിരിക്കുന്നത് തൃച്ചംബരത്തെ വിലാസിനിയാണ്, മാഡത്തിന്റെ അനിയത്തി. സ്റ്റോപ്പ്, നിർത്ത്. നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ പറയുന്നത് എന്താണെന്നോ എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഒന്നാമത് വിലാസിനി എന്റെ നേരെ അനിയത്തിയല്ല, എന്റെ ഭർത്താവിന്റെ അനിയന്റെ ഭാര്യ. വേണമെങ്കിൽ അനിയത്തിയാണെന്ന് പറയാം. അല്ല, അവൾ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അതെനിക്ക് മനസ്സിലായില്ല. അതെ മാഡം, തൃച്ചംബരത്തെ അടുക്കളക്കാരി കല്യാണിയെ കൊല്ലാൻ വിലാസിനി ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നു. വാട്ട്? കൊല്ലാനോ? അതെ, ഞങ്ങൾ അതിന് ശ്രമിച്ചെങ്കിലും പൂർണ്ണമായി നടന്നില്ല. റോഡിൽ വെച്ച് തലക്കടിച്ചപ്പോ തന്നെ നൈറ്റ് പെട്രോളുകാർ വന്നു. അതുകൊണ്ട് ഞങ്ങൾ മുങ്ങി. ഇപ്പോ വിലാസിനി മാഡം പറയുന്നത് കൊല്ലാത്തത് കൊണ്ട് കാശ് തരില്ലെന്നാണ്. മാഡം ഇടപെട്ട് പകുതി തുകയെങ്കിലും ഞങ്ങൾക്ക് വാങ്ങി തന്നിരുന്നെങ്കിൽ. നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു എന്റെ മുമ്പിൽ വന്ന് നിന്നിങ്ങനെ സംസാരിക്കാൻ? 5 സെക്കൻഡ് ഞാൻ തരും. 5 സെക്കൻഡ്. അതിനു മുൻപ് 2 എന്റെ മുമ്പിൽ നിന്ന് പോയില്ലെങ്കിൽ സെൻട്രൽ ജയിലിലാണ് നീയൊക്കെ ഇന്ന് ഉറങ്ങാൻ പോകുന്നത്. ചെല്ല്, പോടാ. നീ ഇവിടെ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. വിലാസിനിയുടെ മുമ്പിൽ വായി തുറക്കരുത്. എനിക്കറിയാം ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. മനസ്സിലായോ? വാ. കല്യാണിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത നിന്നെ വെറുതെ വിട്ടാ അതാവും ഏറ്റവും വലിയ തെറ്റ്. ചേച്ചി, ഞാൻ ഇതൊന്നും. മിണ്ടരുത്. നീ ജയിലിൽ പോയ അതിന്റെ നാണക്കേട് തൃച്ചംബരം തറവാടിനാ. അതുകൊണ്ടാ നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. എവിടുന്നോ വന്ന് എവിടേക്കോ പോയ ഒരു ഉമ്മക്കുലിസുവിന്റെ പേരിൽ പോലും ഇപ്പൊ നീ ദ്രോഹിക്കാൻ നോക്കിയത് കല്യാണിയാ. അതിന് സാക്ഷിയാവാൻ നീ എന്നെ വിളിച്ചു വരുത്തി. മേലാൽ ഇനി നിന്റെ നിഴല് പോലും കല്യാണിയുടെ മേൽ പതിഞ്ഞേക്കരുത്. അങ്ങനെ ഉണ്ടായാൽ കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ഞാൻ മറക്കും. വളർത്തുനായാണെങ്കിലും പേ പിടിച്ചാൽ തല്ലിക്കൊല്ലണം. അത് ഞാൻ അങ്ങ് നടപ്പിലാക്കുമെന്ന് അർത്ഥം. ആനന്ദ്, അമ്മേ, ഡോക്ടറോട് സംസാരിച്ചിട്ട് കല്യാണിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരണം.
ശരി അമ്മേ. ഇഡിയറ്റ്. ഇളയമ്മേ, കഥയിൽ ട്വിസ്റ്റ് ഉണ്ടാക്കി തിരക്കഥ എഴുതാൻ ഇളയമ്മയ്ക്ക് മാത്രമല്ല, എനിക്കും അറിയാം. അമ്മയെ കാത്ത് പുറത്തു നിന്നത് കൊട്ടേഷൻകാരൊന്നുമല്ല, ഞാൻ നിർത്തിയതാ ഇളയമ്മയുടെ നാടകം പൊളിക്കാൻ. ഇതേ എന്റെ സുഹൃത്തിന്റെ ഹോസ്പിറ്റല്. അങ്ങനെ എല്ലാം കൂടി ഒത്തപ്പോ ഒരു ബിൽഡപ്പ് സീൻ ഉണ്ടാക്കിയതാ ഞാൻ. കാരണം കല്യാണി എങ്ങനെ തിരികെ തൃച്ചംബരത്ത് കയറ്റുമെന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. ഇളയമ്മ കാരണം ഇപ്പൊ അതങ്ങ് ഈസിയായി. താങ്ക്സ് എ ലോട്ട്. നീ വാടി ഉമ്മു കുൽസ് കല്യാണി. പ്ലാൻ മുഴുവൻ പൊളിഞ്ഞല്ലോ ആന്റി. തൃച്ചംബരത്തെ ആനന്ദ് വീണ്ടും ഹീറോ ആയി, വിലാസിന് വില്ലത്തിയും. ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്തും ചെയ്യോടി, എന്തും. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ ഇപ്പൊ ആ മോദേവിയുടെ കാമുക പട്ടമല്ലേ ഉള്ളൂ, ഭർത്താവൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ വില്ലത്തി വിലാസിനിക്ക് കളിക്കാൻ ഇനി ഒരുപാട് സ്പേസ് ബാക്കിയുണ്ട്. തൽക്കാലം ഇതൊരു ഇന്റർവെലാ, നമ്മൾ സൈലന്റ് ആയിരിക്കും. പക്ഷെ പടം പൂർത്തിയാവാൻ ഇനിയും സമയം കിടക്കുകയല്ലേ. നീ കണ്ടോ ഈ വിലാസിനിയുടെ വില്ലത്തരം എന്താണെന്ന്? നീ വാ. കാണുന്നില്ലല്ലോ. എവിടെയാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. ഔട്ട് ഓഫ് കവറേജ്. ദാസേട്ടാ പോവല്ലേ? എന്താ സീവിയറെ, എന്തോ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ഒരു സന്തോഷ വാർത്തയുണ്ട് ദാസേട്ടാ. സന്തോഷ വാർത്ത? എന്താ അത്? കല്യാണിയെ കണ്ടുകിട്ടി. കല്യാണിയെ കണ്ടോ? എവിടെയാ എന്റെ മോളുള്ളത്? ഹോസ്പിറ്റലില്ല. ഹോസ്പിറ്റലോ? എന്ത് പറ്റിയ അവൾക്ക്? ഏത് ഹോസ്പിറ്റല്? അതറിയില്ല, തല കറങ്ങിയങ്ങാണ്ട് വീണതാ. പേടിക്കാനൊന്നുമില്ലെന്നാ പോയി കണ്ടിട്ട് വന്ന അഖില മേഡം പറഞ്ഞത്. അപ്പൊ അഖില മേഡം തിരിച്ചു വന്നോ? വന്നു. വിലാസിനി മേഡം ആനന്ദ സാറും ഒക്കെ കൂടി കല്യാണി ഇപ്പൊ കൊണ്ടുവരുമെന്നാ കേട്ടത്. ദാസേട്ടൻ നേരെ തൃച്ചംബരത്തേക്ക് പൊക്കോ. എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ട്. ദേ വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട. ദാസേട്ടന്റെ മുഖത്തെ സന്തോഷം ഒന്ന് കാണാൻ വേണ്ടിയാ ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞത്. പോയിട്ട് വാ ദാസേട്ടാ.
കൊള്ളാം, ഉഗ്രനായിട്ടുണ്ട്. ആനന്ദ് ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറിന് പകരം കല്യാണിക്ക് മറ്റൊരു പദവി കൂടി തരണമെന്നേ ഞാൻ അച്ഛനോടോ അമ്മോട് റെക്കമെൻഡ് ചെയ്യാൻ പോവാ. പദവി എന്താണെന്നല്ലേ? ഏറ്റവും നല്ല ഒളിച്ചോട്ടക്കാരി. എന്താ, സ്വീകരിക്കാൻ റെഡിയല്ലേ? അല്ല പിന്നെ. ഞാൻ വെറുതെ ഒരു നമ്പർ ഇടുന്ന എല്ലാവരും കണ്ടിലും പൊടിയിട്ട് സീനൊന്ന് ശാന്താക്കാൻ. വേറൊന്നും വിചാരിക്കില്ലേ പ്ലീസ്. അല്ല കല്യാണി, മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, നീ ആരാണെന്ന നിന്റെ ഭാവം? നീ എന്തൊക്കെ കോപ്രായി കാണിച്ചു കൂട്ടുന്നേ? നിന്റെ താളത്തിനൊത്ത് തുള്ളി കളിക്കാനുള്ളവരാണോ തൃച്ചംബരത്തുകാര്? അല്ലേ? ആണോന്ന്? കൂടെ കൂടെ ഇറങ്ങി പോവാ, പിന്നീട് വന്നു കയറുക. ഇത് സത്രമൊന്നുമല്ല ഓരോന്ന് കാണിക്കാൻ. അവസാന വാണിങ്ങ. ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി നിൽക്കാമെങ്കിൽ മാത്രം ഇതിനകത്തോട്ട് കയറിയാൽ മതി. അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ കല്യാണിക്ക് പോവാം. അരവിന്ദ് മതി. അമ്മ ഇവള് കല്യാണി ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷേ അതിലും വലിയ തെറ്റാ വിലാസിനി ചെയ്തത്. കല്യാണിയെ ആളെ വെച്ച് കൊല്ലിക്കാൻ നോക്കി വിലാസിനി. What? എളമയോ? I can't believe this. നന്ദനെ കേട്ടില്ലേ നീയെ? ബോധം കെട്ട് റോഡിൽ കിടന്ന കല്യാണിയെ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിലാക്കി. ദിവസങ്ങളാ ബോധം പോലും ഇല്ലാതെ പാവം കല്യാണി ഹോസ്പിറ്റലിൽ കിടന്നത്. അയ്യോ, ഇന്ന് ആനന്ദ് അത് കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ. കഷ്ടളേമേ. ഈ പാപങ്ങളൊക്കെ കൂടി നിങ്ങൾ എവിടെ കൊണ്ട് കളയും? നിങ്ങൾക്ക് എന്താ കല്യാണിയോട് ഇത്ര വൈരാഗ്യം? ലജ്ജ തോന്നുന്നു എനിക്ക് കേൾക്കുമ്പോ. കഴിഞ്ഞത് കഴിഞ്ഞു. അതിനുള്ള ശിക്ഷയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ജയന്തി, ആന്റി, നീ പോയി പൂജാമുറിയിൽ നിന്നും കല്യാണിക്ക് ഞാൻ കൊടുത്ത ആ മാല എടുത്തോണ്ട് വാ. ശരി ആന്റി. ആനന്ദ്, ഡോക്ടർ എന്തു പറഞ്ഞു മോനെ? കല്യാണിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ലമ്മേ. ഒരാഴ്ചത്തേക്ക് ടാബ്ലറ്റ് കുറിച്ച് തന്നു, അത് വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ വലിയ ജോലികളൊന്നും ചെയ്യണ്ട, അല്പം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓ, ആന്റി, മാല. കല്യാണി മാഡം, ഇവിടെ വരൂ. മാഡം, മാഡം ഒരു മിനിറ്റ്. മാഡം എന്നോട് പൊറുക്കണം. തൃച്ചംബരത്ത് തലമുറകളായി കൈമാറി വന്ന ശ്രേഷ്ഠമായ മാലയത്. അതിന്റെ അന്തസ്സോ മൂല്യമോ തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഇവള് ഇപ്പൊ ചെയ്ത പോലെ വീണ്ടും ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതുകൊണ്ട് മാഡം സമ്മാനമായിട്ട് കൊടുത്ത ഈ പരമ്പരാഗത ചെയിൻ വലിച്ചെറിഞ്ഞിട്ട് പോയ ഇവള് ഇനി തൃച്ചംബരത്ത് വേണ്ട. മാഡം അങ്ങനെ വേണം തീരുമാനിക്കാൻ. എന്തൊക്കെയാ ദാസേട്ടാ ഇത്?
വല്ലതും ആലോചിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നല്ലതുപോലെ ആലോചിച്ചിട്ടാ മാഡം ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. ഇവളീ തൃച്ചംബരത്ത് കാലുകുത്തിയ അന്നു മുതൽ അനർത്ഥങ്ങളാ. ഇന്നത്തോടെ എല്ലാം അവസാനിക്കട്ടെ. ഇവളെ ഞാൻ നാട്ടിലേക്ക് അയക്കാണ്. കൊള്ളാം ദാസേട്ടാ, കൊള്ളാം. ഞാൻ സമ്മാനിച്ച മാല കല്യാണി ഊരിയെറിഞ്ഞിട്ട് പോയതിലുള്ള ദേഷ്യമുണ്ടല്ലേ കല്യാണി ഇനി ഇവിടെ വേണ്ട, നാട്ടിലേക്ക് പോട്ടെ എന്ന് ദാസേട്ടൻ പറയുന്നത്. പക്ഷെ എന്റെ അഭിപ്രായം മറിച്ച. കല്യാണി ഒരു വിശ്വാസവഞ്ചനയും കാണിച്ചിട്ടില്ല. ഈ പരമ്പരാഗത ചെയിൻ തന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് കൊണ്ടാണോ ഇത്തരം അവശകനങ്ങളൊക്കെ കാണുന്നതെന്ന് ഭയന്ന് തൃച്ചംബരത്തിന്റെ നന്മയെ കരുതി മാത്രമാണ് മാല ഊരി വെച്ചിട്ട് അവള് പോയത്. അത് ഈ കുടുംബത്തോടുള്ള കല്യാണിയുടെ അളവില്ലാത്ത കരുതൽ കൊണ്ടാണെന്നേ ഞാൻ പറയൂ. ഈ കുടുംബവുമായിട്ട് കല്യാണിക്ക് എന്തോ ഭുജന്മ ബന്ധമുണ്ട്. അതാണ് ഈ പരമ്പരാഗത മാല കല്യാണിയുടെ കഴുത്തിൽ തന്നെ വന്നത്. അതിന്റെ അവകാശത്തോടും സ്വാതന്ത്ര്യത്തോടും ഞാൻ ആവശ്യപ്പെടുക. ദാസേട്ടന്റെ തീരുമാനം മാറ്റണം. കല്യാണി തൃച്ചംബരത്ത് തന്നെ നിൽക്കട്ടെ പ്ലീസ്. ശരി മാഡം, ആ അവകാശവും സ്വാതന്ത്ര്യവും ഞാൻ അംഗീകരിക്കുന്നു. ഇനി മാഡത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. താങ്ക് യു കല്യാണി. ഇനി നീ പോയി റെസ്റ്റ് എടുത്തോളൂ. ജോലി ഒന്നും ചെയ്യണ്ട. അയ്യോ, റെസ്റ്റ് ഒന്നും വേണ്ട മാഡം. വേണം, കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്ക. നാളെ മുതൽ പൂജവയ്പ് തുടങ്ങുക. അതിനുള്ള ഏർപ്പാടുകളൊക്കെ നീ വേണം ചെയ്യാൻ, പൂജ ഒരുക്കുന്നത് ഉൾപ്പെടെ. ശരി മാഡം, ചെയ്തോളാം. ഗുഡ്. ഇളയമേ, എനിക്കൊരു പുതിന ടീ വേണം. ഇളയമ റെഡിയാക്കി തരോ? പുതിന ടീ ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല. എന്റെ ജോലി അല്ലത്. അയ്യോ, ഞാനുണ്ടാക്കി തരാൻ വലിയ 5 മിനിറ്റ് മതി. ശരി, നീ ഒരു പുതിന ടീ ഉണ്ടാക്കി മുറിയിലേക്ക് കൊണ്ടുവാ. ഞാൻ അവിടെ കാണാം. ശരി വലിയ. ഇളയമയ്ക്ക് അറിയാത്തതുകൊണ്ടല്ല, മനസ്സില്ലാത്തത്. കല്യാണിക്ക് അതുണ്ട്. നിങ്ങൾക്കില്ലാത്ത ആ സാധനം, മനസ്സ്. അതുള്ളവരെ ആ മനുഷ്യൻ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള ജീവികളെയല്ല. പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മൃദു
മധുരവും മധുകണം കരുതിയോ ചിറകിലായുയരുവൻ പ്രണയമാം ശലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ വലിയുഞ്ഞേ പുതിനെറ്റി. ആ വന്നോ എന്റെ കെട്ടിയോള്. ആ വാ വാ കേറോ.